പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിനെ എന്നെന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഞാൻ അർപ്പിക്കുന്നു. ഈ വിശുദ്ധമായ ആൾത്താരയിൽ കയറി നിന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിച്ച അമ്മ മാതാവിനോട് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് സൗമ്യ. ഞാൻ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാനൊരു നേഴ്സാണ്. ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2023 ജൂൺ 22-നാണ്. ഞാനൊരു അക്രൈസ്തവയാണ്. പക്ഷേ എന്നാലും ഞാൻ മാതാവിനെ അറിയാം. മാതാവിനെ എനിക്ക് സ്നേഹമുണ്ട്, പക്ഷേ കൂടുതൽ ഭക്തിയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ കോൺവെൻറ്റ് സ്കൂളിലാണ് പഠിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്ക് അമ്മ മാതാവിനെ പരീക്ഷകളിലൊക്കെ പോകുമ്പോൾ പ്രാർത്ഥിക്കാനും അങ്ങനെയൊക്കെയുള്ളൊരു ഭക്തിയുണ്ട്. അതിനും കൂടുതൽ ഭക്തിയൊന്നും എനിക്കുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കൊരു ദൈവവിളി ഉണ്ടായി. അത് 2023 തന്നെയാണ്. ഇതെൻ്റെ മൂത്ത മകള് അഷ്ടമി, 7 വയസ്സ്. ഇവളുടെ കഴിഞ്ഞ ഒരു കുഞ്ഞും കൂടി എനിക്കുണ്ടായി. സിസേറിയനായിരുന്നു. ഒരു പെൺകുഞ്ഞായിരുന്നു. ആ പെൺകുഞ്ഞിന് 24 ദിവസം പ്രായമുള്ളപ്പോൾ ഞാൻ പുലർച്ചെ ഫീഡ് ചെയ്ത് കിടത്തിയ കുഞ്ഞ് രാവിലെ ഞാൻ കണ്ടത് മൂക്കിൽ നിന്നും ചോര വന്ന് മരിച്ചു കിടക്കുന്നതാണ്. ഞാൻ ഒരുപാട് തകർന്നു. ഭൂമി വളർന്ന് ഞാൻ താഴേക്ക് പോയി. അപ്പം തന്നെ ഇല്ലാതാവണം എന്ന് വിചാരിച്ച് ഒരുപാട് കരഞ്ഞ ദിവസങ്ങളായിരുന്നു അത്. ആ രാത്രികളിലൊക്കെ എനിക്ക് കടന്നു പോകാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. എൻ്റെ ചുറ്റിലെല്ലാവരും ഉണ്ട്. എൻ്റെ അമ്മയുണ്ട്, ഭർത്താവുണ്ട്, കുഞ്ഞുണ്ട്, മൂത്ത മോളുണ്ട്, എല്ലാവരും ഉണ്ട്. ചുറ്റിലും ആൾക്കാരുണ്ട്. പക്ഷേ ആരും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു എനിക്ക്. ഒരു സമയം വരുമ്പോൾ എല്ലാവരും കിടന്നുറങ്ങും. ആ സമയങ്ങളിൽ ഞാൻ കണ്ണടയ്ക്കാൻ പോലും ഞാൻ പേടിച്ചിട്ടുണ്ട്. ലൈറ്റ് ഓഫാക്കാൻ എനിക്ക് പേടിയായിരുന്നു. ഞാൻ ഈ ലൈറ്റ് നോക്കിയിട്ട് ഞാൻ കരഞ്ഞ് കിടക്കുന്ന രാത്രികളായിരുന്നു. ഒരുപാട് ഞാൻ ആ സമയങ്ങളിൽ കഷ്ടപ്പെട്ടു. മനസ്സമാധാനം പോലും ഇല്ലാതെ, ഒന്ന് ഉറങ്ങാൻ പറ്റാതെ കരഞ്ഞ് ക്ഷീണിച്ച് എപ്പോഴെങ്കിലും ഞാനൊന്ന് കണ്ണടയ്ക്കും. എൻ്റെ ഭർത്താവ് എന്നെ കൗൺസിലിങ്ങിന് കൊണ്ടുപോയി. പക്ഷേ അവിടെ നിന്ന് ഡോക്ടർ പറഞ്ഞത് ജനനവും മരണമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, നമ്മുടെ കൈകളിലല്ല, നമുക്ക് പരിധിയുണ്ട്, നമുക്ക് ആ സിറ്റുവേഷനോട് പൊരുത്തപ്പെട്ട് പോവുക വേണ്ടതെന്ന് പറഞ്ഞു തന്നു. അത് എനിക്കും അറിയണ സത്യമാണ്. കാരണം ഞാനൊരു നേഴ്സാണ്. കുറേ സാഹചര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് പേർക്ക് സമാധാനം ഞാൻ ഇതുപോലെ ആശ്വസിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാം ഈ ഒരു സത്യത്തോട് ഞാൻ യോജിച്ച് പോകണം എന്നുള്ളത്. പക്ഷേ വാക്കുകൊണ്ട് പറയുന്നൊരു കാര്യം അത് പ്രവൃത്തിയിൽ വരുത്താൻ എളുപ്പമല്ലായിരുന്നു. എൻ്റെ കുഞ്ഞ് മരിച്ചു കിടന്ന ആ ബെഡിൽ സിസേറിയൻ കഴിഞ്ഞ കാരണം എനിക്ക് നടക്കാൻ പറ്റില്ല. ഫുൾ ടൈം ഞാൻ ആ ബെഡിൽ തന്നെ കിടക്കുന്നത്. അപ്പോൾ ആ ദിവസങ്ങളിലൊക്കെ കടന്നു പോകാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. ആ സമയങ്ങളിൽ ഈ സാഹചര്യത്തിന് മുന്നോട്ട് പോകാൻ പറ്റാതെ ഞാൻ വിഷമിച്ചിരിക്കുമ്പോഴാണ് എൻ്റെ ഒരു ചേച്ചി വീട്ടിലേക്ക് വന്നത്. അന്ന് വരുമ്പോൾ ചേച്ചിയുടെ കയ്യിലൊരു പത്രമുണ്ട്, കൃപാസന പത്രം. അതിന് മുന്നേ ഞാൻ ഈ പത്രം കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്കതൊന്നും അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്നൊരു കാര്യമല്ല. സാക്ഷ്യം പറയലേ അങ്ങനത്തെ ഒന്നും അന്ന് എനിക്കതൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. പക്ഷേ ആ ഒരു പത്രം എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ എനിക്ക് എന്താണെന്നറിയാല ഒരു സമാധാനം. അന്ന് എനിക്ക് പ്രത്യക്ഷീണ പ്രാർത്ഥന പറഞ്ഞു തന്നു. അമ്മ മാതാവോടെ പ്രത്യക്ഷപ്പെട്ടതാന്ന് പറഞ്ഞു തന്നു. ഒരു കാശ് രൂപം തന്ന് എനിക്ക് മുത്തിച്ചിട്ട് ചേച്ചി അത് എടുത്തു. ചേച്ചിയുടെ സ്വന്തമാണത്. അപ്പോൾ എനിക്ക് ഉമ്മ വെച്ചിട്ട് ആ ചേച്ചി അത് വാങ്ങിച്ചു. അന്ന് ആ കാശ് രൂപമൊക്കെ കിട്ടിയപ്പോൾ എനിക്ക് എന്തോ ഒരു സന്തോഷം തോന്നി. പക്ഷേ എങ്കിലും ഇതൊന്നും അങ്ങനെ റിക്കവർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. അന്ന് ആ രാത്രി ഞാൻ കിടന്നുറങ്ങുമ്പോൾ ഉറക്കം എനിക്കില്ല. ഞാൻ കിടക്കും, പക്ഷെ ഉറങ്ങാറില്ല. ഞാൻ കരഞ്ഞ് കിടക്കലാണ്. ആ പത്രം എടുത്തു. എന്നിട്ട് അതിൽ അമ്മ മാതാവിൻ്റെ ഉണ്ണീശ്വരൻ്റെയും ഫോട്ടോ നോക്കിയിട്ട് ആ പത്രത്തിൽ ഞാൻ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, അമ്മ മാതാവേ എനിക്ക് ഉറങ്ങാൻ പറ്റണേന്ന് പറഞ്ഞു. ആ പറഞ്ഞ ആ നിമിഷം അപ്പം തന്നെ ഞാൻ ഉറങ്ങിപ്പോയി. അതെൻ്റെ ആദ്യത്തെ അനുഭവമാണ്. ഒരിക്കലും ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടില്ല. പക്ഷേ അപ്പം ഉറങ്ങി ഞാൻ രാവിലെ 6 മണിയാകുമ്പോഴാണ് എണീറ്റത്. അതുപോലെ ഞാൻ ഒരുപാട് നാളുകൾക്ക് ശേഷം അങ്ങനെ ഞാൻ കിടന്നുറങ്ങിയത്. അവിടുത്തെ അങ്ങോട്ട് എല്ലാ ദിവസവും അമ്മേനെ പ്രാർത്ഥിക്കും, ഉറങ്ങും. ഇങ്ങനെയായിരുന്നു. ഇങ്ങനെയാണെങ്കിലും എനിക്കിതിനോട് ഈ ഒരു വിഷമത്തിൽ നിന്ന് അങ്ങോട്ട് കരകയറാൻ പറ്റുന്നില്ല. അത് ഡോക്ടറും പറഞ്ഞല്ലോ നമ്മളിതിനോട് പൊരുത്തപ്പെട്ട് വരണമെന്ന്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ വേറൊരു കസിൻ എനിക്ക് കുറേ സാക്ഷ്യങ്ങൾ അയച്ചു തന്നു.
എന്നിട്ട് പറഞ്ഞു ഇതെല്ലാം കാണണം എന്ന് പറഞ്ഞു. അച്ഛൻ്റെ ക്ലാസ് അയച്ചു തന്നു, ഇത് കാണണം എന്ന് പറഞ്ഞു. ഞാൻ അതിൽ നോക്കിയപ്പോൾ 2 മണിക്കൂറൊക്കെയാണ് അച്ഛൻ്റെ ക്ലാസ്. അപ്പോൾ എനിക്ക് ആ സമയത്ത് അതൊന്നും കേൾക്കാനുള്ളൊരു മാനസികാവസ്ഥ അല്ല. അപ്പോൾ ഞാൻ വേണ്ടാന്ന് പറഞ്ഞത് മാറ്റി വെച്ചു. ഇവളിങ്ങനെ നിരന്തരം ശല്യപ്പെടുത്തിക്കൊണ്ടൊക്കെ നീ അത് കേൾക്ക് കേട്ടോ എന്നൊക്കെ ചോദിച്ച് വിളിക്കുമ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ ആ സാക്ഷ്യം കേൾക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അവൾ അയച്ചു തന്ന സാക്ഷ്യങ്ങൾ നോക്കിയപ്പോൾ അതിലൊരു സാക്ഷ്യം എന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അച്ഛനും അമ്മയും അവർ ഇറ്റലിയിൽ നിന്ന് വന്നതാണ്. 10 ദിവസത്തെ വെക്കേഷന് വേണ്ടിയിട്ട് നാട്ടിൽ വന്ന് അവർ 2 കുട്ടികൾ ഇരട്ട കുട്ടികളാണ്. അതിലത്തെ ഒരു കുട്ടിയുടെ മേൽ തെങ്ങ് വീണിട്ട് അതിലത്തെ ഒരു കുട്ടീനെ കിട്ടില്ല എന്ന് പറഞ്ഞ് ആ സാഹചര്യത്തിൽ നിന്ന് ആ കുഞ്ഞിനെ റിക്കവറി ആയത് കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ ആ കുഞ്ഞ് ഓടി നടക്കുന്ന ആ ഒരു കാര്യം ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞത് ഞാൻ കണ്ടു. അത് കേൾക്കുമ്പോൾ ഞാൻ കുറേ കരഞ്ഞു. കാരണം എൻ്റെ മോള് പോയിരിക്കുന്ന സമയമാണ്. അപ്പോൾ അതെനിക്കത് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റി. ഞാൻ കുറേ കരഞ്ഞു. പക്ഷേ അത് കണ്ടു കഴിഞ്ഞ് ഞാൻ എൻ്റെ ആ കസിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് നല്ല സാക്ഷിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതെനിക്ക് ആവശ്യമില്ല. കാരണം എൻ്റെ മോള് പോകാൻ കെടുക്കല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാനത് എങ്ങോട്ട് വെച്ച് ഞാൻ പോയേനെ. പക്ഷേ എൻ്റെ മോള് പോയി കഴിഞ്ഞു. അപ്പോൾ എനിക്കിനി ഇത് കിട്ടിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കസിൻ പറഞ്ഞു, ശരിയാണ്, നിൻ്റെ ഒരു മോള് പോയി, പക്ഷേ ഇനിയും നിനക്കൊരു മോളില്ലേ, അവൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണ്ടേന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ഈ പ്രാർത്ഥനയുടെ ഒരു ആവശ്യം തന്നെ മനസ്സിലാക്കുന്നത്. അത് ശരിയാണ്. ഞാൻ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഈ മൂത്ത മകളെ ഗർഭിണിയായിരിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. 2ാമത്തെ ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചിട്ടേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇനി എൻ്റെ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ള തീരുമാനം ഞാൻ എടുത്തു. ആ രാത്രികൾ മുതൽ ഞാനങ്ങനെ എല്ലാ ദിവസവും അമ്മ മാതാവിൻ്റെ പത്രം വായിച്ചു, സാക്ഷ്യങ്ങൾ വായിച്ചു, സാക്ഷ്യങ്ങൾ കേൾക്കും. അങ്ങനെയൊക്കെ കുറേശ്ശെ ഞാൻ അതിൽ നിന്നിങ്ങനെ പോരുന്നുണ്ട്. പക്ഷേ എങ്കിലും എൻ്റെ മനസ്സ് മരിച്ചു തന്നെയാണ് ഇരിക്കുന്നത്. എൻ്റെ മോള് മരിച്ചു പോയില്ലേ, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് സ്വപ്നം കണ്ട് എൻ്റെ ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ടില്ലേ എന്നുള്ളൊരു വിഷമത്തിലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു ചേച്ചി, ഈ ചേച്ചി ഇതെൻ്റെ കസിൻ സിസ്റ്ററാണ്. ചേച്ചി എന്നെ സുനിഷ എന്നാണ് പേര്. ചേച്ചി എന്നെ വിളിച്ചു പറഞ്ഞു, ഞാൻ സ്വപ്നം കണ്ടു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ മാതാവിൻ്റെ കയ്യിൽ എൻ്റെ പോയ മോള്, പേര് ചാരു എന്നാണ്, ചാരു മോളുണ്ട്. അമ്മ ചാരുമോളിനെ കൈ പിടിച്ച് ഞാൻ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞു. അത് വരെ ഉണ്ടായിരുന്ന എൻ്റെ വിഷമം എല്ലാം പെട്ടെന്ന് മാറിയ പോലെയായിരുന്നു. കാരണം എൻ്റെ മോള് മരിച്ചിട്ടില്ല, എൻ്റെ മോള് ജീവനോടെ ഇരിക്കുന്നുണ്ട്, അമ്മയുടെ കയ്യിലുണ്ട്, എൻ്റെ മോള് മാലാഖക്കുട്ടിയായിട്ടുണ്ട് എന്നുള്ള ഒരു ബോധ്യം എനിക്ക് അപ്പോഴാണ് വന്നത്. അതുവരെ കരഞ്ഞുകൊണ്ടിരുന്ന ഞാൻ ആ നിമിഷം അമ്മ മാതാവിനോട് ഞാൻ പറഞ്ഞു, അമ്മ ഞാൻ ഇനി കരയില്ല, കാരണം എൻ്റെ മോള് മരിച്ചിട്ടില്ല, അമ്മയുടെ കയ്യിലുണ്ട്, അവൾക്ക് സന്തോഷമായിട്ട് അവിടെ ഇരിക്കുകയാണ്, അമ്മയുടെ ഒപ്പമുണ്ട്, ഈശോൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ഇനി ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടി കരയാൻ പാടില്ല. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ഞാൻ കരഞ്ഞിട്ടില്ല. പിന്നീട് അച്ഛൻ്റെ ഈ ക്ലാസ്സും സാക്ഷ്യവും അമ്മയോടുള്ള പ്രാർത്ഥനയായിട്ട് ഞാൻ പെട്ടെന്ന് റിക്കവറി ആയിട്ട് വന്നു. എന്നിട്ട് ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ വരണം എന്ന് തോന്നി. ഞാൻ ഈ നടയിൽ വന്നിറങ്ങുമ്പോൾ ഈ ചേച്ചി എന്നോട് പറഞ്ഞു, ഉടമ്പടി എടുക്കുന്നുണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉണ്ട്. അപ്പോൾ പറഞ്ഞു ഇത് പുതുക്കണം കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ മനസ്സിൽ പറഞ്ഞു ഇല്ല, അതിൻ്റെ ആവശ്യമൊന്നും എനിക്കില്ല, ഞാൻ വരുന്നു, 90 ദിവസത്തെ ആ ഒരു ഉടമ്പടി ചെയ്യണു, എനിക്ക് കുഞ്ഞിനെ ചോദിക്കണു, അത് കിട്ടണു, ഞാൻ പോകുന്നു. ഇങ്ങനെ കരുതിയിട്ടാണ് ഞാനിവിടെ വന്നത്. പക്ഷേ അന്ന് ഉടമ്പടി എടുത്ത ഞാൻ ഒരിക്കലും ഇനി ഉടമ്പടിയിൽ നിന്ന് തിരിച്ചു പോവില്ല. എൻ്റെ അവസാനം വരെ എനിക്ക് ഉടമ്പടിയിൽ തന്നെ ആയിരിക്കണം. അത്രയും വിശുദ്ധമായ ഒരു ജീവിതമാണ്, വിശുദ്ധിയുള്ളൊരു ജീവിതമാണ് ഉടമ്പടി എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ഇപ്പോഴും ഞാൻ ഉടമ്പടിയിൽ തന്നെ തുടരുകയാണ്. അന്ന് ഇവിടെ നടക്കി വന്നിറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, കയറി വരുമ്പോൾ തന്നെ ഞാൻ അമ്മേനെ കണ്ടപ്പോൾ പറഞ്ഞത്, അമ്മ മാതാവേ, എനിക്ക് എൻ്റെ പോയ മോളെ എനിക്ക് തിരിച്ചു തരണം എന്നാണ് ഞാൻ പറഞ്ഞത്. ആ മോളെ ഞാനിവിടെ ഈ നടക്കി അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ നടക്കി മുന്നിൽ ഞാൻ കിടത്താം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 2 വർഷമായി. ആ സമയം മുതലേ ഞാൻ എല്ലാ ദിവസവും എൻ്റെ വയറിലെ ഉടമ്പടി തൈലം എന്നും പറ്റി പ്രാർത്ഥിക്കും. എൻ്റെ മകളെ അഷ്ടമി എല്ലാ ദിവസവും എനിക്ക് തൈലം തേച്ച് തരും, എന്നും പ്രാർത്ഥിക്കും. എൻ്റെ കുഞ്ഞ് ഇവിടെ വന്നിറങ്ങിയ സമയത്ത് ഈ മോള് അമ്മ മാതാവിൻ്റെ രൂപത്തിൻ്റെ അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്, എൻ്റെ ചാരുമോളെ എനിക്ക് തിരിച്ചു തരണം അമ്മയെന്ന് പറഞ്ഞിട്ട്. അന്ന് മുതൽ തൈലം എൻ്റെ മോള് എനിക്ക് തേച്ച് തരും, ഞാനും തേക്കും. അങ്ങനെ പ്രാർത്ഥിച്ച് 1 വർഷം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കൺസീവായി. ഇപ്പോൾ ഹെൽത്തി ആയിട്ടൊരു ബേബീനെ, അതും എൻ്റെ പോയ മോളുടെ അതേ മുഖമുള്ള എല്ലാ ഫീച്ചേഴ്സുള്ള ഒരു കുഞ്ഞിനെ. മെയ് മാസത്തിൽ എൻ്റെ മോള് പോയത്, ആ മെയ് മാസത്തിൽ തന്നെ എനിക്കെൻ്റെ മോളെ തിരിച്ചു തന്നു. ഇതാണ് എൻ്റെ മോള്. പേര് ഇമ, ചാരുമോളെന്ന് ഞങ്ങൾ വിളിക്കും.
ഇമ എന്ന പേര് ഞാൻ ഇടാനൊരു കാരണമുണ്ട്. ആ പേര് ഇവിടെ വന്നപ്പോൾ ഞാൻ അമ്മയ്ക്കൊരു പേപ്പറിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം ഞാനൊരു സാക്ഷ്യം കേട്ടു. ഒരമ്മ അവരുടെ മകൾക്ക് വയ്യാതെയായി, ഒരു അപൂർവ അസുഖം, അതിൽ നിന്ന് റിക്കവറി ആയിട്ടുള്ള ഒരു സാക്ഷ്യം ഞാൻ കേട്ടു. അതിനുശേഷം ആ കുഞ്ഞിൻ്റെ പേര് മാറ്റിയിട്ട് ഇമ എന്ന് പേരിട്ടു. ഈ എന്ന് പറയുന്നത് ഈശോ, മാ എന്ന് പറയുന്ന മറിയം. ആ ഒരു പേര് ഞാൻ എൻ്റെ കുഞ്ഞിനെ ഇടും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അന്ന് ഇവിടുന്ന് പോയത്. അപ്പോൾ എൻ്റെ മോൾക്ക് ഞാൻ ഇമ എന്നുള്ള പേര് തന്നെയാണ് ഇട്ടിട്ടുള്ളത്. ഇതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ ഉടമ്പടിയിൽ തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്. എന്നിരുന്നാലും ചില രാത്രികൾ എനിക്ക് പേടിയാണ്. കാരണം എൻ്റെ പോയ മോളിനെ ഞാൻ കിടത്തി ഉറക്കി രാവിലെ പിന്നെ ജീവനില്ലാതെയാണ് കണ്ടത്. കുഞ്ഞിൻ്റെ മരണ കാരണം അറിവില്ലായിരുന്നു. അതിന് സിഡ്സ് എന്നാണ് പറയുക, സഡൻ ഇൻഫൻ്റ് ഡെത്ത് സിൻഡ്രം. ഞാനൊരു നേഴ്സാണ്, എനിക്കത് മനസ്സിലായി സിഡ്സ് ആണ്, എന്താ കാരണം എന്നറിയില്ല. പക്ഷേ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞപ്പോൾ അതിൽ റിപ്പോർട്ട് വന്നത് ന്യൂമോണിയ ആയിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു സൈൻസോ സിംറ്റംസോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാനൊരു 4 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ലേബർ റൂം, ഓപ്പറേഷൻ തിയേറ്റർ അവിടെയൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. കുറേ കുഞ്ഞുങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ കുഞ്ഞിനെ അതിൻ്റെ ഒരു സിംറ്റം ഒന്നും ഉണ്ടായിട്ടില്ല. ഈ കുഞ്ഞിന് വേണ്ടി ഞാനൊരു ഒരു മൂത്ത കുഞ്ഞിനുണ്ടെങ്കിലും രണ്ടാമത്തെ ആൾക്കും കൂടെ ഞാൻ ഒരു തെർമോമീറ്റർ വാങ്ങി. അത്ര പോലും ഞാൻ ആ കുഞ്ഞിനെ ശ്രദ്ധിച്ചിട്ടാണ് നോക്കിയിരുന്നത്. ആ കുഞ്ഞിന് ആ തെർമോമീറ്റർ ഉപയോഗിക്കേണ്ട ആവശ്യം പോലും എനിക്ക് വന്നിട്ടില്ല. ചൂട് പോലും ഉണ്ടായിട്ടില്ല. ആ കുഞ്ഞിനാണ് ന്യൂമോണിയ വന്നത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അത് എനിക്കുള്ളൊരു ദൈവവിളിയായിരുന്നു. എൻ്റെ കുഞ്ഞിപ്പോൾ സ്വർഗത്തിലുണ്ട്. ആ കുഞ്ഞ് മാലാഖക്കുഞ്ഞായിട്ട് ഇരിക്കുന്നു. നമ്മളെല്ലാവരും ജീവിച്ചിരിക്കുന്നത് തന്നെ ഇനിയൊരു ജീവിതം നമുക്ക് മരണശേഷം നമ്മളൊക്കെ സ്വർഗത്തിൽ പോകണം. ഈ ഒരു ഇൻറ്റൻഷനാണ് നമുക്കുള്ളത്. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ വലിയൊരു ഭാഗ്യം ചെയ്ത അമ്മയാണ്. കാരണം എൻ്റെ മോൾ ഇപ്പോഴേ സ്വർഗത്തിലെത്തി. അതുകൊണ്ട് ഞാൻ പിന്നീടൊന്നും ഞാൻ കരഞ്ഞിട്ടില്ല. ആ ഒരു വിഷമത്തിൽ നിന്ന് റിക്കവർ ആകാൻ പറ്റുന്ന ഞാൻ അമ്മോട് നന്ദി പറയുന്നു. പിന്നെ എല്ലാ രാത്രികളിലും ഈ കുഞ്ഞു മോളിനെ ഞാൻ കെടുത്തി ഉറക്കുമ്പോൾ എനിക്ക് പേടിയുണ്ട്. ചിലപ്പോൾ ആ രാത്രിയുടെ ഓർമ്മ വരും. അതുകൊണ്ട് ഞാൻ എൻ്റെ മോളുടെ അരയിൽ അമ്മയുടെ കാശുരൂപം, ഇവിടെ നിന്ന് വെഞ്ചരിച്ച് കിട്ടിയിട്ടുള്ള കാശുരൂപം ചരടിൽ കെട്ടിയിട്ടുണ്ട്. ഒരു ട്രാൻസ്പാരൻറ്റ് കവറിൽ അമ്മയുടെ പത്രം സെക്യൂർ ചെയ്ത് വെച്ചിട്ട് എല്ലാ ദിവസവും കുഞ്ഞ് കിടക്കുന്നതിൻ്റെ തലോണയുടെ അടിയിൽ വയ്ക്കും. എല്ലാ ദിവസവും അമ്മയുടെ തൈലം ഞാൻ തൊട്ട് കുരിശ് വരച്ചിട്ടാണ് കെടുത്തുന്നത്. ഈ ഒരു ധൈര്യം എൻ്റെ 2 മക്കൾക്കും ഞാൻ അങ്ങനെ ചെയ്യും. ആ ഒരു ധൈര്യത്തിലാണ് ഇങ്ങനെ ഒരു ട്രാജഡി കഴിഞ്ഞിട്ടുള്ള ഞാൻ ഇപ്പോൾ സമാധാനമായിട്ട് കിടന്നുറങ്ങുന്നത്. ഇതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. പിന്നീട് എനിക്ക് പറയാനുള്ളത്, ആ മോള് പോയതിന് ശേഷം കുറച്ച് നാളുകളിലുള്ള ആ ഒരു വിഷമത്തിൽ ഞാൻ പുലർച്ചെ ഞെട്ടി എണീക്കുമ്പോൾ ഞാൻ ആദ്യം നോക്കുന്നത് എൻ്റെ ഭർത്താവിനെയും എൻ്റെ ഈ മോളെയാണ്. ഇത് ഞാൻ ഫോണിൻ്റെ ടോർച്ചിൽ ഇങ്ങനെ അടിച്ചു നോക്കും. ഇവർക്ക് ഹാർട്ട് ബീറ്റ് വരുന്നില്ലേ, ചെസ്റ്റ് മൂവ്മെൻറ്റ് വരുന്നില്ലേ, അതിങ്ങനെ ഞാൻ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കി. ഈ ചെസ്റ്റ് മൂവ്മെൻറ്റ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ പിന്നെ പോയി കിടന്നുറങ്ങുള്ളൂ. അങ്ങനെ ഒരു മാനസികാവസ്ഥയിലായിരുന്നു ഞാൻ. എൻ്റെ ഈ 2ാമത്തെ മോൾക്ക് എല്ലാ ദിവസവും തൈലം കൊണ്ട് കുരിശ് വരച്ച് ഞാൻ കിടത്താറുള്ളൂ. ഈ മൂത്ത മോൾക്കും എൻ്റെ ഭർത്താവിനും വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകമായിട്ട് ഞാൻ അവിടെ ഒരു നിയോഗം വെച്ചു, ആയുരാരോഗ്യ സൗഖ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല, ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും എൻ്റെ ഭർത്താവിനെയും കുഞ്ഞിനെയും സംരക്ഷിക്കണേ എന്ന് തന്നെ ഞാൻ എഴുതി വെച്ച. അതിനെ തുടർന്നൊരു സംഭവം ഉണ്ടായി. ഞാൻ ഇവിടേക്ക് ഉടമ്പടി പുതുക്കാൻ വേണ്ടിയിട്ട് വരുമ്പോൾ ട്രെയിനിലാണ് വന്നത്. ഞാനപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടുണ്ട്, 6 മാസമായിട്ടുണ്ട്. ട്രെയിനിൽ ഞങ്ങൾ പോരുകയാണ്. എൻ്റെ അമ്മ കയറി, മകൾ ട്രെയിനിൽ കയറി, ഞാൻ കയറുന്നുള്ളൂ. മകൾ സ്റ്റെപ്പുമേ 2 സ്റ്റെപ്പ് ജസ്റ്റ് കയറിയുള്ളൂ. അപ്പോഴേക്കും ട്രെയിൻ എടുത്തു. ഈ പ്രഗ്നൻ്റ് ആയ കാരണം എനിക്ക് പെട്ടെന്ന് കയറാൻ സാധിച്ചില്ല. വണ്ടി എടുത്തോട് കൂടിയിട്ട് എൻ്റെ മോള് സ്റ്റെപ്പുമ്മയാണ് നിൽക്കുന്നത്. എൻ്റെ മോള് വീണ് പോകുമെന്ന് പേടിച്ച് ഞാനെൻ്റെ കുഞ്ഞിനെ പിടിച്ച് വലിച്ചു. ആ വേലിയിൽ ഞാനും എൻ്റെ ഈ മോളും കൂടി പ്ലാറ്റ്ഫോമിലേക്ക് തെറിച്ച് വീണു. അപ്പം ഞാൻ കുറേ സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട്. അപകടം പറ്റുമ്പോഴും നമ്മൾ തെറിച്ച് വീഴുമ്പോൾ ഒരു മെത്തയിൽ കിടക്കുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ടെന്ന്. അതേ അനുഭവം എനിക്കുണ്ടായി. ഞാൻ തെറിച്ച് വീഴുമ്പോൾ എൻ്റെ അടിയിൽ എനിക്കിങ്ങനെ ഒരു കൈകൾ പോലെ മെത്തയിൽ കിടക്കുന്ന പോലെ തന്നെയാണ്, ഒരു പ്ലാറ്റ്ഫോമിലായിട്ടല്ല എനിക്ക് ഫീൽ ചെയ്തത്. അങ്ങനെ ഒരു സംരക്ഷണം എനിക്കുണ്ടായി. 6ാം മാസമായിരുന്നു പ്രഗ്നൻസിയുടെ. അത് കഴിഞ്ഞ് എൻ്റെ ഈ മകളുടെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഈ മോൾക്ക് ഫസ്റ്റ് ഡേയിൽ മൂത്രം ഒഴിച്ചു. പിന്നീട് ആ മൂത്രം വരുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് പേടിയായി, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ. അന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ കുഞ്ഞ് മൂത്രം ഒഴിക്കുന്നില്ല. പലതവണ ഫീഡ് ചെയ്തു, എന്നിട്ടും മൂത്രം വരുന്നില്ല. അപ്പം ഞാൻ അമ്മ മാതാവിൻ്റെ തൈലെടുത്ത് കുഞ്ഞിൻ്റെ വയറുമ്മ കുരിശ് വരച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു,
എൻ്റെ അമ്മ മാതാവേ, എൻ്റെ കുഞ്ഞ് എത്രയും പെട്ടെന്ന് മൂത്രമൊഴിക്കണേ, 5 മിനിറ്റിൻ്റെ ഉള്ളിൽ എൻ്റെ കുഞ്ഞ് മൂത്രമൊഴിക്കണേ എന്ന് പറഞ്ഞ് അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ പ്രത്യക്ഷണ പ്രാർത്ഥന ചൊല്ലി. ഈ പ്രത്യക്ഷണ പ്രാർത്ഥന ചൊല്ലി മുഴുവനാക്കുന്നതിന് മുന്നേ എൻ്റെ കൺമുമ്പിൽ വെച്ച് തന്നെ എൻ്റെ കുഞ്ഞ് മൂത്രമൊഴിച്ചു. അതെനിക്ക് വലിയൊരു സാക്ഷിയാണ്. കാരണം ഒരു കുഞ്ഞിൻ്റെ ട്രാജഡി കഴിഞ്ഞിട്ട് രണ്ടാമത്തെ കുഞ്ഞിനെ കിട്ടിയിരിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു അസുഖം വരികയെന്ന് പറഞ്ഞത് പോലും നമുക്ക് വളരെയധികം ടെൻഷൻ ഉണ്ടാകുന്ന കാര്യമാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ എനിക്ക് നല്ലൊരു ആശ്വാസമായിരുന്നു. അപ്പോൾ എന്ത് വന്നു കഴിഞ്ഞാലും ഞാൻ അമ്മയുടെ പ്രത്യക്ഷണ പ്രാർത്ഥനയാണ് ചൊല്ലുക. പിന്നെ എൻ്റെ ആ കുഞ്ഞിന് തന്നെ വയറ്റിൽ നിന്ന് പോകാൻ ഒരു 4 ദിവസം അടുപ്പിച്ച് വയറ്റിൽ നിന്ന് പോകാൻ ബുദ്ധിമുട്ടുണ്ടായി. അന്ന് ഞാനിതുപോലെ അമ്മയുടെ ഉടമ്പടി തൈലവും കുഞ്ഞിൻ്റെ വയറമ്മ വരച്ചു, എന്നിട്ട് പ്രാർത്ഥിച്ചു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കുഞ്ഞിന് ഒരു പ്രശ്നമില്ലാതെ വയറ്റിൽ നിന്നൊക്കെ പോയി തുടങ്ങി. എൻ്റെ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ SSLC സർട്ടിഫിക്കറ്റ് അത് ഡേറ്റ് ഓഫ് ബർത്ത് കറക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് തിരുത്താൻ വേണ്ടി കൊടുത്തപ്പോൾ ഞാൻ ആ പേപ്പറിൽ തൈലം കൊണ്ട് കുരിശ് വരച്ചിട്ടാണ് കൊടുത്തത്. അതധികം താമസിക്കാതെ തന്നെ എനിക്ക് പെട്ടെന്ന് അത് തിരുത്തി കിട്ടി. അത് 15 വർഷത്തിന് ശേഷം സർട്ടിഫിക്കറ്റ് തിരുത്തുമ്പോൾ ലെറ്റർ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്ക് പോയി തിരിച്ചു വന്ന് പിന്നീടാണ് പരീക്ഷാ ഭവനിൽ തിരുത്തി കിട്ടുക. ഈ ഒരു പ്രൊസീജിയർ എനിക്ക് അധികം ലാഗില്ലാതെ വേഗം തന്നെ നടന്നു കിട്ടി. ഇനി ഈ തിരുത്തൽ എൻ്റെ ജോലി സ്ഥലത്ത് മാറ്റണം. അതിന് വേണ്ടി ഓൺലൈനായിട്ടാണ് ചെയ്യേണ്ടത്. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എത്ര നോക്കിയിട്ടും നടക്കുന്നില്ല. അപ്പോൾ എനിക്ക് ടെൻഷനായി. 2 ഡേറ്റ് ഓഫ് ബർത്ത് 2 രേഖയിൽ കാണിക്കേണ്ടി വരും. ഒറിജിനൽ SLC ഞാൻ തിരുത്തി കഴിഞ്ഞു, ജോലി സ്ഥലത്തെ തിരുത്താൻ പറ്റുന്നുമില്ല. അപ്പോൾ ഞാൻ ആകെ ടെൻഷൻ അടിച്ചു. അപ്പോൾ തന്നെ ഞാൻ ആ അമ്മയുടെ കാശുരൂപം കയ്യിൽ പിടിച്ച് പ്രത്യക്ഷണ പ്രാർത്ഥന ചൊല്ലി. ആ ടൈമിൽ തന്നെ ഈ തടസ്സം മാറി പെട്ടെന്ന് എനിക്കത് കംപ്ലീറ്റ് ആക്കാൻ സാധിച്ചു. ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് ചെയ്ത് കിട്ടി. പിന്നീടൊരു അനുഭവം ഉള്ളത്, ഇനി ഞാൻ എൻ്റെ കാരുണ്യപ്രവർത്തനം പറയാണ്. ഞാൻ നേഴ്സാണെങ്കിലും ഞാൻ ആശുപത്രിയിൽ പോകുമ്പോൾ അതെൻ്റെ ഒരു വെറും ജോലി മാത്രമായിട്ട് ഞാൻ കണ്ടിരുന്നത്. ഞാൻ പോകുന്നു, രോഗികൾക്ക് ഇഞ്ചക്ഷനും മരുന്നൊക്കെ കൊടുക്കണു, തിരിച്ചു വരുന്നു. ഇതിനപ്പുറത്തേക്കൊരു മുഖത്തൊരു ചിരി പോലും എനിക്കുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഞാൻ എല്ലാവരോടും ഭയങ്കരമായിട്ട് സ്നേഹത്തിൽ ഞാൻ സംസാരിക്കും. എന്നെ കാണാൻ വേണ്ടി നിൽക്കുന്ന രോഗികൾ പോലുണ്ട്. കാരണം അത്രയും അവരെ വിഷമങ്ങൾ ചോദിച്ചറിഞ്ഞ് അവരത്രയും കെയർ ചെയ്യുന്ന ഒരു ക്യാരക്ടറിലേക്ക് ഞാൻ മാറി. പിന്നെ അവർക്ക് പൈസയായിട്ടും ഒരുപാട് സഹായങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. ഒരു മേഴ്സി ഹോമിൽ പോയിട്ട് അവിടെ ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. അവിടെ ശാരീരികമായിട്ട് വയ്യാത്ത കുറേ രോഗികളുണ്ട്, അവർക്ക് വേണ്ടിയുള്ള കുറേ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അങ്ങനെയാണ് കാരുണ്യപ്രവൃത്തികൾ ചെയ്യുന്നത്. പിന്നെ പ്രത്യേകമായിട്ട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഞാൻ കോൺവെൻറ്റ് സ്കൂളിൽ പഠിച്ച കാലം കുറേ പേരുകൾ ഞാൻ കേട്ടിട്ടുണ്ട്, ക്രിസ്ത്യൻ സംബന്ധമായിട്ട് കുറച്ച് പേരുകൾ. അത് എന്താണെന്നൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഞാൻ പിന്നീട് ഇതെല്ലാം യൂട്യൂബിൽ സെർച്ച് ചെയ്തു. അത് കുർബാന, കുംഭസാരം, പിന്നെ ജപമാല കൊന്തമാലയാണെന്നുള്ളത് എനിക്ക് ജസ്റ്റ് അറിയാം, പക്ഷെ അത് എന്താണെന്ന് അറിയണ്ടായിരുന്നില്ല. ഞാനിതെല്ലാം യൂട്യൂബിൽ സെർച്ച് ചെയ്ത് ഒരു പേപ്പറിൽ എഴുതി ഇതെല്ലാം ഞാൻ പഠിച്ചു. കുമ്പസരിക്കാൻ വേണ്ടിയിട്ട് കോവിഡ് ടൈമിൽ പള്ളികൾ പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ അച്ഛന്മാർ ഇങ്ങനെ ഒരു കുമ്പസാരത്തിൻ്റെ ഫോർമാറ്റ് ഇട്ടുണ്ടായിരുന്നു. അത് ഞാൻ എഴുതിയെടുത്ത് ഞാൻ എല്ലാ 2 ആഴ്ചകൾ കൂടുന്തോറും അമ്മയുടെ മാധ്യസ്ഥയിൽ അമ്മോട് ഞാൻ പറയും, അമ്മ എനിക്ക് ഒരച്ഛൻ്റെ അടുത്തും പോയി ഇങ്ങനെ കുമ്പസരിക്കാനുള്ളൊരു എനിക്ക് സാധിക്കില്ല. അതുകൊണ്ട് അമ്മ എൻ്റെ ഈ വിഷമങ്ങളെല്ലാം കേട്ട് ഈശോയോട് ഇതെല്ലാം പറയണം, എന്നിട്ട് എൻ്റെ തെറ്റുകളെല്ലാം പുറത്തു തരണം എന്ന് പറഞ്ഞ് മനസ്താപ പ്രകടനം ചൊല്ലി ഞാൻ എൻ്റെ എല്ലാ തെറ്റുകളും 2 ആഴ്ച കൂടുമ്പോൾ ഞാൻ ഏറ്റു പറയും. അത് പറ്റിയില്ലെങ്കിൽ അത് ചെയ്യും. അല്ലാതെ എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞിനോട് ദേഷ്യപ്പെട്ടത് പോലും ആ ഒരു വിഷമം പോലും ഞാൻ അമ്മയുടെ അടുത്ത് ഏറ്റു പറയും. ഞാൻ എൻ്റെ കുഞ്ഞിനോട് ശബ്ദം ഉയർത്തി പറഞ്ഞു പോയി, അമ്മ എന്നോട് ക്ഷമിക്കണേ എന്നുള്ളത്. അങ്ങനെ അതും കൂടെ ഞാൻ ചെയ്യലുണ്ട്. പിന്നെ കുർബാന, അത് എന്താ പറയുക, എനിക്ക് പറയാൻ പോലും പറ്റുന്നില്ല. അത്രയും അനുഗ്രഹമുള്ള ഒരു കാര്യമാണ് കുർബാന. അത് ഞാൻ മനസ്സിലാക്കിയത് ആദ്യം ഈ കുർബാന പഠിക്കുമ്പോൾ എനിക്ക് എന്താണെന്ന് അറിയണില്ല. ആദ്യം തൊട്ട് അവസാനം വരെ കാണും. പിന്നീട് മനസ്സിലായി ഈശോ നമുക്ക് വേണ്ടിയിട്ട് ശരീരവും രക്തവും വേണ്ടി തന്നതാണ്. അപ്പോൾ അത് ഞാനിങ്ങനെ കേൾക്കും. ആ ഒരു സമയം വരുമ്പോൾ ഈശോ നമുക്ക് വേണ്ടി ശരീരവും രക്തം തന്ന ആ സമയം വരുമ്പോൾ ഞാൻ നല്ലോണം ശ്രദ്ധിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ശ്രദ്ധ ഒക്കെ കുറയും. ആ ഒരു അരമണിക്കൂറോളം ഞാനത് കേട്ടിരിക്കുന്നേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് കുർബാനയുടെ ആദ്യം തൊട്ട് അവസാനം വരെ എൻ്റെ മനസ്സിൽ കൂടെയാണ് ഞാൻ കുർബാന കൊള്ളുന്നത്. ഇപ്പോൾ ശരിക്കും ആ ഒരു ഫീല്, ഈശോ നമുക്ക് വേണ്ടി ശരീരം രക്തം അർപ്പിച്ച ആ ഒരു ഫീല്
അത്രയും സങ്കടത്തോടു കൂടെ തന്നെ ഞാനത് കേട്ട് ഞാൻ കരഞ്ഞു പോയിട്ടുണ്ട്. എല്ലാ ദിവസവും ഇപ്പം ഞാൻ കുർബാന കൂടും. കുർബാന ഒഴിവാക്കിയിട്ട് ഒരു ദിവസം പോലും എനിക്കില്ല. പിന്നെ ജപമാല എന്താണെന്ന് അറിയാത്ത ഞാൻ യൂട്യൂബിൽ എഴുതിയെടുത്ത് പഠിച്ച് ഇപ്പോൾ എല്ലാ രഹസ്യങ്ങളും കാണാപ്പാഠം ചൊല്ലും. ദിവസം ഒരു ജപമാലെങ്കിലും ഞാൻ ചൊല്ലിയിരിക്കും. ഒരു ദിവസം പോലും എനിക്ക് ജപമാല മുടക്കാൻ ഇഷ്ടമല്ല. എൻ്റെ ഡെലിവറി കഴിഞ്ഞ സമയത്ത് കുറച്ച് നാൾ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. ആ ദിവസങ്ങളൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ച് ഞാൻ ഹെൽത്തി ആയി വന്നപ്പോൾ അത്രയും ദിവസത്തെ മുടങ്ങിപ്പോയ എല്ലാതും ഈ കുർബാന അടക്കം എല്ലാതും ഞാൻ ആ ദിവസങ്ങളിൽ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് എനിക്ക് കുറച്ച് നാൾ കാണാൻ പറ്റാതായി. അതെല്ലാം ഞാൻ റിപ്പീറ്റ് ഒക്കെ ഇരുന്ന് കണ്ടു. തിരി കത്തിച്ച് വെച്ച് മുട്ടുമേ നിന്നിട്ട് ഞാൻ ഈ പറയുന്നതെല്ലാം ഞാൻ കൂടിയിട്ടുണ്ട്. അത്ര പോലും ഒരു ദിവസം പോലും എനിക്ക് മുടക്കാൻ ഇപ്പോൾ ഇഷ്ടമല്ല, കുർബാനയും ജപമാലയും. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് എല്ലാ ദിവസവും സ്റ്റാറ്റസ് വെക്കും. പിന്നെ പത്രം, എനിക്ക് ഏറ്റവും മടിയും പേടിയുള്ളൊരു കാര്യമായിരുന്നു പത്രം കൊടുക്കാൻ. മടി എന്ന് പറയണേക്കാളും എനിക്ക് പേടിയായിരുന്നു മറ്റുള്ളവർ എന്താ പറയാന്നുള്ളത്. അപ്പം ഞാൻ ഈ പത്രം, ആദ്യത്തെ പത്രം എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് കൊടുത്തതാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതാണ് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ടാസ്ക് എന്ന്. അപ്പം ഞാൻ അതിന് ശേഷം ഇവിടെ വന്ന് 10 കെട്ട് പത്രം അതൊരു 2 തവണയോളം ഞാൻ അങ്ങനെ വാങ്ങിക്കൊണ്ടുപോയി. എന്നിട്ട് ഇവിടുന്ന് പോകുമ്പോൾ ട്രെയിനിൽ ഞാൻ കയറിയ ബോഗി മുതൽ ലാസ്റ്റ് ബോഗി വരെ, തൃശ്ശൂരാണ് ഞാൻ ഇറങ്ങുന്നതെങ്കിൽ അതുവരെ ഞാൻ ഈ പത്രം എല്ലാവരോടും സമയമെടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. കുറേ പേര് ചോദ്യം ചെയ്യുന്നവരുണ്ട്, അവരോടൊന്നും തർക്കിക്കാതെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് പത്രം കൊടുത്തിട്ടുണ്ട്. പിന്നെ റെയിൽവേ സ്റ്റേഷൻ, പ്ലാറ്റ്ഫോമുകളിൽ, പിന്നെ വീടുകൾ കയറിറങ്ങി കൊടുത്തിട്ടുണ്ട്, ആശുപത്രികൾ കൊടുത്തിട്ടുണ്ട്. മെഡിക്കൽ കോളേജിലും അല്ലാതെയും ആശുപത്രികളിലൊക്കെ കയറി ഇറങ്ങി രോഗികൾക്കൊക്കെ ഞാൻ പത്രം കൊടുത്തിട്ടുണ്ട്. പിന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് സ്റ്റാറ്റസ് ഇടുന്നത് പോലെ തന്നെ ഞാൻ ചില ദിവസങ്ങളിൽ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്യുന്ന സാക്ഷ്യങ്ങൾ, ആ സാക്ഷ്യങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് ആ സ്ക്രീൻഷോട്ട് തംബ്നെയിൽ എല്ലാവരും ആദ്യം കാണണം. അത് കണ്ടിട്ട് അവർക്ക് ഈ സാക്ഷ്യം കാണാൻ തോന്നണം. അതിന് വേണ്ടിയിട്ട് ആദ്യം ആ സ്ക്രീൻഷോട്ട് സ്റ്റാറ്റസ് വെച്ച് പിന്നീട് ഈ യൂട്യൂബിലുള്ള സാക്ഷ്യം കൂടെ ഞാൻ വെക്കും. കുറേ പേര് അതിൻ്റെ പേരിൽ എന്നെ കളിയാക്കിയിട്ടുണ്ട്. ഞാനൊരു അക്രൈസ്തവയാണ്, അതിൻ്റെ പേരിൽ ഒരുപാട് പേര് എന്നെ കളിയാക്കിയിട്ടുണ്ട്. പക്ഷേ ഞാൻ അവർക്കതൊക്കെ മനസ്സിലാവും. ഞാനിപ്പോൾ സത്യമായിട്ടുള്ള ദൈവത്തെ ഞാൻ തിരിച്ചറിഞ്ഞു. അപ്പോൾ എൻ്റെ ആ ഒരു വിശ്വാസത്തിൽ ഞാനത് മുന്നോട്ട് പോകുന്നു. ആരോടും തർക്കിക്കാനൊന്നും ഇല്ലാതെ. പണ്ടായിരുന്നെങ്കിൽ എനിക്ക് ദേഷ്യം വരും, ഇപ്പം ഞാൻ ദേഷ്യപ്പെടാനൊന്നും പോകുന്നില്ല. അവർക്ക് മനസ്സിലാവും എന്ന് വിചാരിച്ച് ക്ഷമയോട് കൂടിയിട്ട് മുന്നോട്ട് പോകാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. പിന്നെ ബൈബിള് വായന, ഞാൻ ആദ്യമൊക്കെ ബൈബിള് വാങ്ങിക്കൊണ്ടുവന്ന സമയത്ത് എവിടെ നിന്ന് തുടങ്ങണം, എന്ത് ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. ഞാൻ പഴയ നിയമത്തിൽ നിന്ന് അങ്ങ് തുടങ്ങി. അപ്പോൾ ഒന്നും എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഇപ്പം ഏകദേശം ഒരു 3 തവണ ഞാൻ ബൈബിൾ വായിച്ചു. ഓരോ തവണയും വായിക്കുന്തോറും നമ്മൾ കൂടുതൽ അച്ഛൻ്റെ ക്ലാസ് കൂടെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് കുറേ കാര്യങ്ങൾ. അത് വെച്ചിട്ട് ഓരോ തവണയും വായിക്കുമ്പോൾ നമ്മൾ കൂടുതൽ ആഴങ്ങളിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഒരു 3 തവണ ഞാൻ വായിച്ചു, 4ാമത്തെ തവണ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും വിശുദ്ധമായൊരു ഗ്രന്ഥം ഈ ജീവിതത്തിൽ വായിക്കാൻ പറ്റിയതാണ് ഏറ്റവും വലിയൊരു പുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ കാണുന്നത്. പുണ്യപ്രവൃത്തി എന്നല്ല പറയണ്ടേ, വലിയൊരു ഭാഗ്യമാണ്. പിന്നെ ഉള്ളത് അച്ഛൻ്റെ ക്ലാസ്, ആരാധന ക്ലാസ്, അത് പരമാവധി ഞാൻ ആ ദിവസം തന്നെ കൂടാൻ വേണ്ടി നോക്കും. ഞാൻ ഇവിടുന്ന് ഉടമ്പടിയൊക്കെ എടുത്ത് പോയി ഞാനൊന്ന് ബെറ്റർ ആയതിന് ശേഷം പിന്നെ ഞാൻ ജോലിക്ക് പോകാൻ വേണ്ടി ഒരു കാറ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അമ്മയുടെ നിറം നോക്കിയിട്ട് നീല നിറം ഉള്ള വണ്ടിയാണ് വാങ്ങിച്ചത്. ആ വണ്ടിയിൽ ഞാൻ പോകുമ്പോഴൊക്കെ എല്ലാ ദിവസവും പ്രത്യക്ഷണ പ്രാർത്ഥന ചൊല്ലിയിട്ട് ഞാൻ വണ്ടി എടുക്കുള്ളൂ. ഡ്രൈവിങ്ങിലൊക്കെ ഞാൻ അത്രയും അമ്മ മാതാവേ എന്ന് വിളിച്ചിട്ടാണ് ഓരോ വണ്ടീനെ ഞാൻ ഓവർടേക്ക് ചെയ്യുമ്പോൾ പോലും അമ്മ മാതാവേ, കൃപാസന മാതാവേ എന്ന് വിളിച്ചിട്ട് ഞാൻ വണ്ടി ഓവർടേക്ക് ചെയ്യുള്ളൂ. ഒറ്റ ദിവസം പോലും ഞാൻ സാക്ഷ്യത്തെ മുടക്കില്ല. എല്ലാ ദിവസം അതാത് ദിവസം അപ്ലോഡ് ചെയ്യുന്ന സാക്ഷ്യങ്ങളും ഒപ്പം ഞാൻ കേൾക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ ഡെലിവറിയുടെ സമയത്താണ് എനിക്ക് കുറച്ചൊരു ബുദ്ധിമുട്ട് വന്നത്. അല്ലാതെയുള്ള എല്ലാ സാക്ഷ്യങ്ങളും ഞാൻ ഡെയിലി തന്നെ ഒപ്പം കേട്ട് ഞാൻ പോവും. പിന്നീട് പറയാനുള്ളത് പാപം വെറുക്കുക എന്നുള്ളതാണ്. അതിൽ എനിക്കിപ്പോൾ കുറേ ആൾക്കാരോട് എനിക്ക് വിഷമം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ശത്രുതയല്ല, എന്നോട് ചെയ്ത തെറ്റുകൾ എനിക്ക് ക്ഷമിക്കാൻ പറ്റാതെ കുറേ പേരോട് ഞാൻ മിണ്ടാതെ നടന്നിരുന്നു. അവർ ചെയ്ത തെറ്റിന് പോലും ഞാൻ അങ്ങോട്ട് ചെന്ന് ഞാൻ സോറി പറഞ്ഞ് അവരോട് സംസാരിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അത്
അങ്ങനെ ഒരു ക്ഷമ ചോദിച്ചതിന് ശേഷം എനിക്ക് വലിയൊരു സന്തോഷമാണ് കിട്ടിയത്. കാരണം നമുക്ക് ഈ ജീവിതത്തിൽ ഒരു ശത്രു പോലും ഇല്ല എന്നൊരു തിരിച്ചറിവ്, നമ്മുടെ മനസ്സെല്ലാം ശുദ്ധമാകുന്നൊരവസ്ഥ, അതാണ് എനിക്ക് ഉടമ്പടിയിൽ നിന്ന് കിട്ടിയ വലിയൊരു കാര്യം. ഒരാൾ പോലും ശത്രുവില്ല, എല്ലാവരോടും സ്നേഹത്തിൽ പെരുമാറാൻ സാധിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ 2 തവണ ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട് അമ്മ മാതാവിനെ. അതെന്താണെന്ന് വെച്ചാൽ, ഒരിക്കൽ ഞാൻ കണ്ടത് അമ്മ മാതാവും ഔസേപ്പിതാവും ഒരു പള്ളിയും, അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. പിന്നെ ഞാൻ അമ്മയുടെ ഈ പുറകിൽ കാണുന്ന കടൽ, അത് ഒരു ദിവസം സ്വപ്നം കണ്ടിട്ടുണ്ട്. പിന്നെ കണ്ടത് ജപമാല റാലിയുടെ തൊട്ട് മുൻപ് അമ്മയുടെ ഈ ജപമാലയിലുള്ള ആ മണികളിലുള്ള രൂപം ഉണ്ടല്ലോ, ആ ഒരു രൂപം ഞാൻ കെടുക്കുമ്പോൾ എൻ്റെ മുകളിൽ ഇങ്ങനെ വട്ടം കറങ്ങുക. അപ്പം ഞാനിത് എന്താണോ എന്ന് വിചാരിച്ചു. അപ്പോൾ ആ സമയത്ത് എനിക്ക് റാലീനെ പറ്റിയിട്ട് അങ്ങനെ അറിയില്ല. അപ്പം മനസ്സിലായി ഇത് റാലിക്കുള്ള വിളിയാണെന്ന് മനസ്സിലായി. അങ്ങനെ 2023 ജപമാല റാലിയിൽ ഞാൻ പങ്കെടുത്തു. ആ റാലിയിൽ എൻ്റെ മനസ്സിൽ ഞാൻ ജനിച്ചപ്പം മുതലേ ആ നിമിഷം വരെ വന്നിട്ടുള്ള എല്ലാ തെറ്റുകളും ഞാൻ റിവൈൻഡ് ചെയ്തു. എന്നിട്ട് ഇവിടെ നിന്ന് തുടങ്ങി അർത്തുങ്കൽ പള്ളി എത്തുന്ന അതുവരെ എൻ്റെ എല്ലാ തെറ്റുകളും റിപ്പീറ്റ് ചെയ്ത് ഞാൻ ഏറ്റുപറഞ്ഞ് എൻ്റെ എല്ലാ പാപങ്ങളും ഞാൻ ഈശോൻ്റെ അടുത്ത് ഞാൻ സമർപ്പിക്കുന്നു, എന്നെ വിമുക്തയാക്കണേന്ന് പറഞ്ഞ് അവിടെ എത്തുന്നവരെ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ചെന്നത്. അത് കഴിഞ്ഞോട് കൂടിയിട്ട് എനിക്ക് വല്ലാത്തൊരു ആശ്വാസമായിരുന്നു. കാരണം എൻ്റെ എല്ലാ തെറ്റുകളും അറിഞ്ഞോ അറിയാതെയും ചെയ്ത എല്ലാ പാപങ്ങളും ഞാൻ ഈശോനോട് ഏറ്റുപറഞ്ഞു. ഇവിടുന്ന് അങ്ങോട്ട് നടക്കുമ്പോൾ ഞാൻ ഡെലിവറി കഴിഞ്ഞ് അധികം ആയിട്ടില്ല. അപ്പോൾ എനിക്ക് ഇത്രയും കിലോമീറ്ററൊക്കെ നടക്കുമ്പോൾ ഭയങ്കര പ്രയാസമായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ എനിക്ക് നടക്കാനൊരു പ്രേരണ ഉണ്ടായിരുന്നത്, ഈശോ എത്ര അടി കൊണ്ടിട്ടാണ് ഒരു കുരിശും ചുമന്ന് വലിയൊരു മലയ്ക്ക് കയറിപ്പോയത്. അത്രയും വേദനയൊന്നും ഞാൻ സഹിക്കണില്ലല്ലോ, ഇത് നിരപ്പായ റോഡല്ലേ, ഇവിടെ നടക്കാൻ എന്താ പ്രയാസം. അങ്ങനെ ഈശോൻ്റെ ഓരോ വേദനയും ഞാൻ മനസ്സിൽ കണക്കാക്കിയിട്ടാണ് ആ റാലിക്ക് മുഴുവൻ ഞാൻ നടന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ എൻ്റെ മകളെ ഈ നടയിൽ വന്ന് കിടത്താമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇന്നലെ എനിക്ക് വലിയൊരു ഭാഗ്യം കിട്ടി. ആർക്കും കിട്ടാത്തൊരു ഭാഗ്യം എൻ്റെ കുഞ്ഞിന് കിട്ടി. കാരണം എൻ്റെ മകളെ ഇന്നിപ്പം ഞാനിവിടെ സാക്ഷ്യം പറയാൻ ഇന്ന കയറണുള്ളെങ്കിൽ എൻ്റെ കുഞ്ഞിനെ എനിക്ക് ഇവിടെ കിടത്താൻ പറ്റുള്ളൂ, ഈ താഴെ കിടത്താൻ പറ്റുള്ളൂ. പക്ഷേ ഇന്നലെ ഇവിടെ നട തുറന്നെന്ന കാരണം ഈശോനെ തൊട്ട് അമ്മയും തൊട്ട് ഈ നടക്കെ അമ്മയുടെ തൊട്ട് മുന്നിൽ എൻ്റെ കുഞ്ഞിനെ കിടത്താനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി. ആർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണ് എൻ്റെ കുഞ്ഞിനെ കിട്ടിയത്. ആ ഒരു ഭാഗ്യം തന്നെ ഞാൻ അമ്മയോട് അത്രയും ഞാൻ നന്ദി പറയുന്നു. ആത്മീയമായി ഒരുപാട് മാറ്റം എനിക്കുണ്ട്. ഇനിയും എൻ്റെ ജീവിതകാലം എത്രയുണ്ടോ അത്രയും എനിക്ക് ഉടമ്പടിയിൽ തന്നെ ജീവിക്കണം. ഒരുപാട് പേർക്ക് ഞാൻ അമ്മയെ പറ്റിയിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്, പ്രത്യേകിച്ച് കുറേ കുട്ടികൾക്ക്. എൻ്റെ ഒരു 30 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അമ്മയെ പറ്റി അറിയുന്നത്. എനിക്ക് അതുകൊണ്ട് ഒരുപാട് സങ്കടമുണ്ട്, ഞാനിത് മുന്നേ അറിഞ്ഞില്ലല്ലോ എന്നുള്ളത്. പക്ഷേ എൻ്റെ മകളടക്കം ഒരുപാട് മക്കൾക്ക് ഈശോനെയും അമ്മയും പറഞ്ഞു കൊടുക്കാൻ എനിക്ക് പറ്റി. ആ ഒരു സന്തോഷം എനിക്ക് നന്നായിട്ടുണ്ട്. അവർക്ക് ജീവിതത്തിൽ അമ്മ എന്നും ഉപകാരമായിരിക്കും. ഉപകാരം എന്നല്ല പറയേണ്ടത്, അവർക്ക് രക്ഷ കൈ വന്നു. എനിക്ക് ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിന് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ചേച്ചിക്ക് മൈക്ക് കൊടുക്കുന്നുണ്ട്. ഈശോയ്ക്ക് നന്ദി. ഞാൻ ഉടമ്പടി എടുത്തതാണ്. എൻ്റെ നിയോഗത്തിൽ എൻ്റെ കാര്യങ്ങൾ വെക്കുന്നതിലും കൂടുതൽ മെയിനായിട്ട് പറയുന്നൊരു കാര്യം ചാരുവിൻ്റെ കാര്യമാണ്. അവിടുന്ന് ആ കവാടത്തുനിന്ന് ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ എൻ്റെ കണ്ണെന്ന് അറിയാൻ തുടങ്ങും. കാരണം ഞാൻ പറയണം, അവൾക്കൊരു കുഞ്ഞിനെ കൊടുക്കണേന്നല്ല ഞാൻ പറയാം, ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഞങ്ങളുടെ ചാരുവിന് തിരിച്ചു തരണേന്ന് പറയാം. ഇവിടെ വന്ന് എപ്പോഴും അച്ഛൻ്റെ ക്ലാസ്, ആ 1 മണിക്കൂറത്തെ ക്ലാസ് കേൾക്കുമ്പോൾ ഞാൻ കരയും. എനിക്ക് ചാരുവിന് ഓർമ്മ വന്നിട്ട് ഞാൻ കരയും. അപ്പം തന്നെ ഇവൾക്ക് ഞാൻ മെസ്സേജ് ഇടും, ഞാൻ കരഞ്ഞു എന്ന്, ചാരുവിന് തിരിച്ചു തരൂട്ടാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ എൻ്റെ എല്ലാ നിയോഗത്തിലും അങ്ങനെ ഉണ്ടാവാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, ചാരു നഷ്ടപ്പെട്ട സമയത്ത് സൗമിക്ക് വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല, മാതാവിനെ അറിയാമെന്നേ ഉള്ളൂ. അപ്പോൾ ചാരു നഷ്ടപ്പെട്ട് എനിക്ക് അവളെ കോൺടാക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഒരു അമ്മയുടെ വിഷമം നമുക്കറിയാം. അപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷം ഞാൻ അവളെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, വിശേഷമൊക്കെ ചോദിച്ചപ്പോൾ അവൾ നിൽക്കുന്നത് അടുക്കള ഭാഗത്താണ്. അടുക്കള ഭാഗത്ത് നിൽക്കുമ്പോൾ അടുക്കള ഭാഗത്തിൻ്റെ കുറച്ച് ഭാഗത്തായിട്ടാണ് കുഞ്ഞിനെ മറവ് ചെയ്ത സ്ഥലം ഉണ്ടാവുക. അപ്പോൾ അവൾ അവിടെ നിന്ന് എന്നോട് സംസാരിക്കുമ്പോൾ പറയണ കാര്യങ്ങൾ എനിക്ക് കേൾക്കാൻ പറ്റാത്ത പോലെയായിരുന്നു. ഞാൻ തല കറങ്ങണ പോലെ, എനിക്ക് അത്ര വിഷമമായി. കാരണം അവൾ എന്നോട് മെൻ്റലി ഭയങ്കരമായിട്ട് പോയി അവൾ. എന്നിട്ട് അവൾ പറയാ, ചേച്ചി എൻ്റെ മോൾക്ക് കുഞ്ഞു മുടികൾ വന്നിട്ടുണ്ട്, ആ മുടികൾ അങ്ങനെ ഉണ്ടാവും, പിന്നെ അതൊന്നും പറ്റിയിട്ടുണ്ടാവില്ല, പക്ഷേ എൻ്റെ മോളുടെ സ്കിന്ന് പോയിട്ടുണ്ടാവും, കുഞ്ഞെ വിരലുകൾ പോയിട്ടുണ്ടാവും. ഇന്നലെ വരെ തലേ ദിവസം വരെ, അതായത് പോകുന്നതിൻ്റെ തലേ ദിവസം വരെ അല്ലെങ്കിൽ അന്ന് രാത്രി വരെ ഞാൻ എൻ്റെ മോളുടെ കവിളിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉമ്മ വയ്ക്കും. കുട്ടീനെ ഇങ്ങനെ ഉമ്മ വെച്ചുകൊണ്ടിരിക്കും.
ആ സ്കിന്ന് പോയിട്ടുണ്ടാവില്ലേ, എൻ്റെ മോളുടെ കവിള് പോയില്ലേ, വിരലുകൾ നശിച്ചിട്ടുണ്ടാവില്ലേ. അവരമ്മയുടെ അവസ്ഥ, നിങ്ങൾ അമ്മമാർ കുറച്ച് പേരുണ്ട്, ഞാനും അമ്മയാണ്, എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റണില്ല. അവൾ ആകെ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു, നിനക്ക് വിശ്വാസം ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല, ഞാൻ ഉടമ്പടി എടുത്തതാണ്, സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണ്, എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. അപ്പോൾ നീ ഇങ്ങനെ ആലപ്പുഴ കൃപാസനം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, നീ അവിടെ വരണം, ഉടമ്പടി എടുക്കണം, ഉടമ്പടി എടുത്ത് നീ പ്രാർത്ഥിക്കണം, നിനക്ക് ഒരു കുഞ്ഞിനെ മാതാവ് തരും എന്നല്ല ഞാൻ പറഞ്ഞത് നഷ്ടപ്പെട്ടു പോയ നമ്മുടെ ചാരുവിനെ മാതാവ് തിരിച്ചു തരും. ആ ചാരുവിനെ തിരിച്ചു തരുമ്പോൾ ആ സാക്ഷ്യം പറയാനായിട്ട് കുഞ്ഞിനെ എടുത്തുകൊണ്ട് സ്റ്റേജിൽ ഞാനുണ്ടാവുമെന്ന് അവൾക്കൊരു വാക്ക് കൊടുത്തു. എനിക്ക് ആ സ്പോട്ടിൽ മാതാവ് പറയിച്ചത്, അല്ലാണ്ട് ഞാൻ പറയണമെന്ന് വിചാരിച്ച് വേണ്ടി വിളിച്ചതല്ല അവളെ. കുഞ്ഞിനെ എടുത്തിട്ട് ഞാനുണ്ടാവും നിനക്കൊപ്പം സാക്ഷ്യം പറയാനായിട്ടെന്ന്. അത് ഇവിടെ സാധിച്ചു. മാതാവ് ഞങ്ങളുടെ ചാരുവിനെ തന്നെ തിരിച്ചു തന്നു. ചാരുവിന് വിളിപ്പേരാണ് കേട്ടോ. അവൾക്ക് ഞങ്ങൾ പേരിട്ടു ഈമാന്ന്, ഈശോ മറിയം എന്ന് പേരിട്ടു. ഒരുപാട് ആത്മീയമായിട്ടും ഭയങ്കരമായിട്ട് സന്തോഷത്തിലാണ് ഞങ്ങളിപ്പോൾ. അതിന് ഒരുപാട് നന്ദി പറയുന്നു മാതാവിനും ഈശോയ്ക്കും.